സുബോധ ജീവിതത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു കിട്ടാൻ മനസ്സിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥത വളരെ അനിവാര്യമാണ്. ആ ഒരു മാസ്മരിക ലോകത്തിലേക്ക് പാട്ടവയൽ അമല ആതുരാലയത്തിലെ ലഹരിരോഗ ചികിത്സാ വിഭാഗമായ സോബർ വില്ലേജ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സംഘർഷങ്ങളുടെ ഉറവിടം പലതാകാം. കുടുംബകലഹം, സാമ്പത്തിക തകർച്ച, തകർന്ന ബന്ധങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, നിരാശ, ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന പരാജയങ്ങൾ, തിരസ്കരണം, അപകർഷതാബോധം, ഇങ്ങനെ പലതും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാം. ഇത് അസുഖങ്ങൾക്ക് കാരണമാകാം. ശാരീരിക വേദനകൾ, ശ്വാസതടസ്സം, ദഹനക്കുറവ്, അമിതമായ വിയർപ്പ്, പരിഭ്രമം, ഉറക്കക്കുറവ്, അമിത ദേഷ്യം, ക്ഷീണം, വിരസത, വെറുപ്പ്, വിഷാദം ഇവ മാനസിക സംഘർഷത്തിന്റെ ലക്ഷണങ്ങളാണ്. റിലാക്സേഷനാണ് ഇതിനുള്ള പരിഹാരമാർഗം. മനസ്സിന് ശാന്തതയും സ്വച്ഛതയും ലഭിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നു. ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശാന്തമാക്കുന്ന റിലാക്സേഷൻ പ്രോഗ്രാമിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. നമുക്ക് സുഖകരമായ രീതിയിൽ നിവർന്ന് മലർന്ന് കിടക്കാം. ശരീരം മുഴുവൻ അയച്ചിടുക. കൈകൾ രണ്ടും പാർശ്വഭാഗങ്ങളിലായി തളർത്തിയിടുക. കണ്ണുകൾ രണ്ടും സാവകാശം അടയ്ക്കുക. അവസാനം വരെ കണ്ണുകൾ അടഞ്ഞു തന്നെയിരിക്കട്ടെ. ഇപ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാവകാശത്തിൽ ദീർഘമായി ശ്വസിക്കുകയും സാവകാശത്തിൽ ദീർഘമായി നിശ്വസിക്കുകയും ചെയ്യുക. ശ്വസിക്കുമ്പോൾ നല്ല ശാന്തത ശ്വസിക്കുക. നിശ്വസിക്കുമ്പോൾ മനസ്സിലെ പ്രയാസങ്ങൾ പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക. സാവകാശത്തിൽ ദീർഘമായി ശ്വസിക്കുകയും സാവകാശത്തിൽ ദീർഘമായി നിശ്വസിക്കുകയും ചെയ്യുക. ശ്വസിക്കുമ്പോൾ നല്ല ശാന്തത ശ്വസിക്കുക. നിശ്വസിക്കുമ്പോൾ മനസ്സിലെ പ്രയാസങ്ങൾ പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക. ഇനി സാധാരണ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം, താളാത്മകമായ ശ്വാസോച്ഛ്വാസം. ശിരസ്സു മുതൽ കാൽപാദം വരെ ശരീരം മുഴുവൻ തളർത്തി ഇടുക, അയച്ചിടുക. മാംസപേശികൾക്ക് കൂടുതൽ അയവ് വരുത്തുന്നതിനായി ഓരോ അവയവങ്ങളിലേക്കായി
നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. അതേസമയം ആ അവയവവും അതിനോട് അനുബന്ധിച്ചുള്ള മാംസപേശികളും അയച്ചിടുന്നു, തളർത്തിയിടുന്നു. ഓരോ മാംസപേശികളും കൂടുതൽ അയവ് വരുത്തുന്നതിനായി അവയെ കൂടുതൽ ഇറുക്കിപ്പിടിച്ച് ബലം കൊടുത്ത ശേഷം സാവകാശം തളർത്തി ഇടുക, അയച്ചിടുക. ടെൻസ് ആൻഡ് റിലാക്സ്. ഓരോ മാംസപേശികളും ഇറുക്കിപ്പിടിച്ച ശേഷം അയച്ചിടുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ആ മാംസപേശി പഴയതിലും കൂടുതൽ അയവ് വരുന്നതായി സങ്കൽപ്പിക്കുക. 2. ആ മാംസപേശിയുടെ പിരിമുറുക്കം ഒഴുകിപ്പോകുന്നതായി സങ്കൽപ്പിക്കുക. ശിരസ്സു മുതൽ കാൽപാദം വരെ എല്ലാ അവയവങ്ങളും തളർന്നു വരട്ടെ, അയഞ്ഞു വരട്ടെ. ശിരസ്സ് തളർന്നു വരുന്നു, അയഞ്ഞു വരുന്നു. നെറ്റി ചുളിക്കുക, ബലം കൊടുക്കുക. സാവകാശത്തിൽ അയച്ചിടുക, അയഞ്ഞു വരുന്നു. പഴയതിലും കൂടുതൽ അയഞ്ഞു വരട്ടെ. കണ്ണുകൾ ഇറുക്കിപ്പിടിക്കുക, അയച്ചിടുക. കൂടുതൽ അയഞ്ഞു വരട്ടെ. കവിളിന്റെ മാംസപേശികൾക്ക് ബലം കൊടുക്കുക, അയച്ചിടുക. ആ മാംസപേശികളുടെ പിരിമുറുക്കം ഒഴുകിപ്പോകുന്നതായി കാണുക. കഴുത്തിൻ്റെയും 2 ഉരങ്ങളുടെയും മാംസപേശികൾക്ക് ബലം കൊടുക്കുക, അയച്ചിടുക. തളർത്തിയിടുക, അയഞ്ഞു വരട്ടെ, തളർന്നു വരട്ടെ. 2 കൈകളും മുഷ്ടി ചുരുട്ടി ബലം കൊടുക്കുക. സാവകാശത്തിൽ അയച്ചിടുക, അയഞ്ഞു വരട്ടെ. കൈകൾ, കൈപ്പത്തികൾ ഇവ പഴയതിലും കൂടുതൽ അയഞ്ഞു വരട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചു വിരിച്ച് ബലം കൊടുക്കുക. സാവകാശം അയച്ചിടുക, അയഞ്ഞു വരട്ടെ, തളർന്നു വരട്ടെ. ശ്വാസം എടുത്ത് വയറ് വീർപ്പിച്ച് വയറിന്റെ മാംസപേശികൾക്ക് മുറുക്കം കൊടുക്കുക. സാവകാശം അയഞ്ഞു വരട്ടെ, തളർന്നു വരട്ടെ. തുട, കാൽ, കണങ്കാൽ ഇവ മുറുക്കിപ്പിടിക്കുക. സാവകാശം അയച്ചിടുക. ഇനി സാവകാശം അയഞ്ഞു വരട്ടെ, തളർന്നു വരട്ടെ. കാൽപാദങ്ങൾ, കാൽവിരലുകൾ ഇവ മുറുക്കിപ്പിടിക്കുക. സാവകാശം അയച്ചിടുക, അയഞ്ഞു വരട്ടെ, തളർന്നു വരട്ടെ.
ഇനി ശ്വാസം പിടിച്ചുകൊണ്ട് ശിരസ്സു മുതൽ കാൽപാദം വരെ എല്ലാ മാംസപേശികളും മുറുക്കി പിടിക്കുക. സാവകാശം അയച്ചിടുക. ശിരസ്സു മുതൽ കാൽപാദം വരെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും മാംസപേശികളും അയഞ്ഞു തളർന്നു വരട്ടെ. ശരീരം മുഴുവൻ അയഞ്ഞു വരുന്നു, തളർന്നു വരുന്നു. മനസ്സിന് ഒത്തിരി ശാന്തതയും സ്വച്ഛതയും അനുഭവപ്പെടുന്നു. ശിരസിലെ മാംസപേശികൾ അയഞ്ഞു വരുന്നു, തളർന്നു വരുന്നു. കൺപോളകൾ, കവിൾ, താടി, ഈ ഭാഗത്തുള്ള മാംസപേശികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ അയഞ്ഞ് തളർന്നു വരുന്നു. അവയുടെ ഭാരം ഇല്ലാതാകുന്നു. ഇനി താളാത്മകമായി സാവകാശത്തിൽ സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം തുടർന്നുകൊണ്ടിരിക്കുക. ഉരങ്ങൾ രണ്ടും തളർന്നു വരുന്നു. ആ ശാന്തത ഉരങ്ങളിൽ നിന്നും കൈത്തണ്ടുകളിലേക്കും കരങ്ങളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കൈകൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു. ആ ഭാരമില്ലായ്മ മുഖത്തും കഴുത്തിലും ഉരങ്ങളിലും കൈകളിലും വ്യാപിക്കുന്നു. കൂടുതൽ കൂടുതൽ സുഖകരമായ ശാന്തതയിലേക്ക് പോകുന്നു. നെഞ്ച്, വയറ്, പുറംഭാഗം, ഈ ഭാഗത്തുള്ള മാംസപേശികൾ അയഞ്ഞു വരുന്നു, തളർന്നു വരുന്നു. വളരെ സുഖകരമായ ശാന്തതയിലേക്ക് പോകുന്നു. വളരെ സുഖകരമായ ശാന്തതയിലേക്ക് പോകുന്നു. വയറിൻ്റെ മാംസപേശികൾ അയഞ്ഞു വരുന്നു. ഈ ശാന്തത സാവകാശം താഴോട്ടേക്ക് വ്യാപിക്കുന്നു. തുട, കാൽ, കണങ്കാൽ, കാൽപാദം, കാൽവിരലുകൾ ഇവ അയഞ്ഞ് തളർന്നു വരുന്നു. ഇപ്പോൾ ശരീരം മുഴുവൻ അയഞ്ഞു വന്നിട്ടുണ്ട്. ശരീരം മുഴുവൻ നല്ല സ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. ശരീരം മുഴുവൻ നല്ല സ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. നല്ല സുഖകരമായ ഒരു മയക്കം അനുഭവപ്പെടുന്നുണ്ട്. ഇനി 10 മുതൽ 1 വരെ ഞാൻ എണ്ണും. ഓരോന്ന് എണ്ണുമ്പോഴും മയക്കത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇനി 10 മുതൽ 1 വരെ ഞാൻ എണ്ണും. ഓരോന്ന് എണ്ണുമ്പോഴും മയക്കത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. 10. ശരീരം മുഴുവൻ തളർന്നുകൊണ്ടിരിക്കുന്നു. 9. എല്ലാ അവയവങ്ങളും തളർന്നുകൊണ്ടിരിക്കുന്നു.
8. എല്ലാ മാംസപേശികളും അയഞ്ഞുകൊണ്ടിരിക്കുന്നു. 7. ശരീരത്തിന്റെ ഭാരം ഇല്ലാതാകുന്നു. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു അനുഭവം, ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു. 6. ശരീരവും മനസ്സും വളരെ ശാന്തമായിരിക്കുന്നു. 5. നല്ല സുഖകരമായ ഒരു മയക്കം അനുഭവപ്പെടുന്നുണ്ട്. 4. മനസ്സിന് നല്ല സ്വച്ഛത അനുഭവപ്പെടുന്നു. 3. നല്ല ആഴമുള്ള ശാന്തത, ഡീപ്പർ ആൻഡ് ഡീപ്പർ റിലാക്സേഷൻ. 2. മനസ്സിന് നല്ല ഓജസ്സും നല്ല ഉണർവും അനുഭവപ്പെടുന്നു. 1. നല്ല ആരോഗ്യവും ആത്മവിശ്വാസവും അനുഭവപ്പെടുന്നു. ഡീപ്പർ റിലാക്സേഷൻ. മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമാണ്, സ്വച്ഛമാണ്. മനസ്സിന് നല്ല ശക്തിയും കരുത്തും അനുഭവപ്പെടുന്നു. മനസ്സിന് നല്ല ശക്തിയും കരുത്തും അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് രാത്രി നല്ല സുഖകരമായ ആഴമുള്ള ഉറക്കം ലഭിക്കും. നല്ല വിശപ്പ് ഉണ്ടാകും. രുചിയോടുകൂടി ഭക്ഷണം ആസ്വദിക്കും. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയുണ്ടാകും. നല്ല ആത്മവിശ്വാസമുണ്ടാകും. നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്, സ്വച്ഛമാണ്.